രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീറെഴുതുന്ന അഴിമതിക്കെതിരെയും കോടിക്കണക്കിന് വരുന്ന യുവജനങ്ങളുടെ തൊഴിലവകാശങ്ങൾ നിഷേധിക്കുന്ന ഭരണകൂട നയങ്ങൾക്കുമെതിരെയും ഡിവൈഎഫ്ഐ പുതുപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാകത്താനത്ത് യങ് ഇന്ത്യ യുവജന സംഗമം സംഘടിപ്പിച്ചു. ഉണരണം ഇന്ത്യ, പൊരുതണം യുവത എന്ന മുദ്രാവാക്യമുയർത്തി വാകത്താനം ഗവൺമെന്റ് ആശുപത്രി പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഞാലിയാംകുഴിയിൽ സമാപിച്ചു. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ സ്വയം വിമർശനമെല്ലാം നമുക്കുണ്ട്. ഇടതുപക്ഷം ദുർബലപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കുറച്ചിലുണ്ടാകുന്ന അർത്ഥത്തിലേക്കല്ല പോകേണ്ടത്. എവിടെയാണോ ഇടതുപക്ഷം ദുർബലപ്പെടുന്നത് അവിടേക്കാണ് വർഗീയ രാഷ്ട്രീയ ശക്തികൾ കടന്നു വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം ബംഗാളിൽ നടക്കുന്ന സമയത്ത് BJP 2 സീറ്റിൽ കൂടുതൽ നേടിയില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച കാലഘട്ടത്തിൽ 1 സീറ്റിൽ മാത്രമാണ് BJP വന്നത്. എന്നാൽ അടുത്ത ഇലക്ഷനിൽ ആ അക്കൗണ്ട് നമ്മൾ പൂട്ടിച്ചു. ത്രിപുര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് BJPക്ക് 1 സീറ്റ് പോലും കിട്ടിയില്ല. എന്നാൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുകയോ ചെയ്യുമ്പോൾ വർഗീയ രാഷ്ട്രീയ കക്ഷികൾ കടന്നു വന്നു. ഡിവൈഎഫ്ഐ പുതുപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ഗോകുൽ ജയൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് വർക്കി, ഡിവൈഎഫ്ഐ പുതുപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ മോഹൻ, CPIM പുതുപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ EK കുര്യൻ, രാജീവ് ജോൺ, വാകത്താനം സൗത്ത് ലോക്കൽ സെക്രട്ടറി R രാജേഷ്, ഡിവൈഎഫ്ഐ വാകത്താനം സൗത്ത് മേഖലാ സെക്രട്ടറി അരുൺലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.